മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അവിശ്വസനീയമായ ഒരു തരത്തില് ഭയാനകമായ ഒരു വാർത്ത ഇന്നലെ അമൃത ടിവിയിൽ എന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്നതായിട്ടും പിന്നീട് വാർത്ത വായിക്കുന്ന വ്യക്തി വായിക്കുന്നതായിട്ടും കണ്ടു, കേട്ടു. മറ്റ് മലയാളം ചാനലുകളിലോ ഇംഗ്ലീഷ് ചാനലുകളിലോ അങ്ങനെ ഒരു വാർത്ത കണ്ടില്ല. ഒരുപക്ഷെ വന്നിട്ടുണ്ടാവും, എനിക്ക് കാണാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും. ഏതായാലും അമൃത ടിവിയിൽ ആ വാർത്ത കേട്ടു, വായിച്ചു. ഇവിടത്തെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ നരേന്ദ്രമോദി ഒരു ദൈവദാസനാണെന്നും നരേന്ദ്രമോദി കർത്താവിൻ്റെ പ്രതിപുരുഷനായി പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം നിയോഗിച്ച പ്രധാനമന്ത്രിയാണെന്നും അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് വേണ്ടി എല്ലാ ക്രിസ്ത്യാനികളും പ്രാർത്ഥിക്കണമെന്നും കർദിനാൾമാരും ബിഷപ്പുമാരും ഒരുമിച്ച് ക്രൈസ്തവ വാരികയുടെ മുഖപ്രസംഗത്തിൽ എഴുതിയിരിക്കുന്നു. തക്കലയും കന്യാകുമാരിയും മുഴുവനും മതപരിവർത്തനം ചെയ്ത് അവിടെ ബിഷപ്പായിരുന്ന വ്യക്തി ഇന്ന് തിരുവനന്തപുരത്ത് കേരളത്തില് കർദിനാൾ ആയി മാറിയ, ഹിന്ദുക്കളെ ഹോൾസെയിലായിട്ട് മതം മാറ്റിയ ആ കർദിനാളിൻ്റെ കൂടി ഒപ്പോടുകൂടിയാണത്രേ നരേന്ദ്രമോദിയുടെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് ഈ വാരികയിൽ എഴുതിയിരിക്കുന്നത്. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് മദർ തെരേസ അദ്ദേഹത്തിനെ കാണാൻ പോവുകയുണ്ടായി. വളരെയധികം വാർത്താ പ്രാധാന്യം അതിനുണ്ടായിരുന്നു. മരുന്ന് കഴിച്ച് അസുഖം മാറിയ ഒരു പെൺകുട്ടി മദർ തെരേസ മരിച്ചതിന് ശേഷം മദർ തെരേസയോട് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് തൻ്റെ വയറുവേദന മാറിയത് എന്ന് പറഞ്ഞത് ക്രൈസ്തവ സഭ സ്വീകരിച്ച് ആ മദർ തെരേസയെ വിശുദ്ധയാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ച ആ മദർ തെരേസ അടൽ ബിഹാരി വാജ്പേയിയെ കാണാൻ പോയത് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുള്ള ബഹുമാനമോ ആദരവോ സ്നേഹമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മഹത്വമോ അല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഇവിടത്തെ ഒരു സാധാരണ കുട്ടിക്ക് പോലും, രാഹുൽ ഗാന്ധിക്ക് പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബാക്കി സാമാന്യ ബോധമുള്ള ആർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആ അടൽ ബിഹാരി വാജ്പേയിയെ കൊണ്ട് വത്തിക്കാനിലെ പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച് 2000 ആണ്ടില് ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് ഭാരതത്തിലെ 4000 ബിഷപ്പുമാരെ ദീപാവലി ദിവസം 2 മണിക്ക് വിളക്ക് കത്തിച്ച്, കുരിശു വയ്ക്കാത്ത വിളക്ക് കത്തിച്ച് പോപ്പിനെ കൊണ്ട് പറയിപ്പിച്ചു. 1-ാം സഹസ്രാബ്ദം ഇംഗ്ലണ്ടും യൂറോപ്പും നമുക്ക് ദൈവത്തിൻ്റെ വഴിയിലേക്ക്, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 2-ാം സഹസ്രാബ്ദം അമേരിക്കയും തെക്കേ അമേരിക്കയും യേശുക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. 3-ാം സഹസ്രാബ്ദം ഇന്ത്യയും ചൈനയും ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരണം. അതിന് ഭാരതീയമായ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും
സ്വീകരിക്കണം എന്ന്. മറ്റൊരർത്ഥത്തില് ഇന്ത്യൻ കപ്പില് ക്രൈസ്തവ വിഷം അല്ലെങ്കിൽ മരുന്ന് കൊടുക്കണം എന്നർത്ഥം. അതായത് ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ നീ ആരാധിക്കരുത്, നിന്റെ 4 തലമുറയെ ഞാൻ നശിപ്പിക്കുമെന്നു പറയുന്ന യഹോവയുടെ പഴയ നിയമത്തിലെ സന്ദേശവും ബൈബിളിലെ പുതിയ നിയമത്തിലെ മനുഷ്യ നീ പാപിയാകുന്നു, 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 നിന്നെ രക്ഷിക്കാനാണ് യേശുക്രിസ്തു വന്നിരിക്കുന്നത് എന്ന വിഷവും ഇന്ത്യൻ കപ്പില് ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും കൊടുത്ത് ഈ 2 രാജ്യങ്ങളെയും 3-ാം സഹസ്രാബ്ദത്തിൽ ക്രൈസ്തവവൽക്കരിക്കണമെന്ന് പോപ്പിനെ കൊണ്ട് പറയിപ്പിക്കാൻ പോപ്പിനെ ക്ഷണിപ്പിച്ചത് അടൽ ബിഹാരി വാജ്പേയിയെ കൊണ്ടാണ്. അതേ ക്രിസ്ത്യാനികള് പറഞ്ഞു, ഗുജറാത്തില് ഭൂമികുലുക്കം ഉണ്ടായത് അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് നേരെയുണ്ടായ, കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണമാണ് എന്ന്. പണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന ഒരു മിഷണറി, ആ മിഷണറിയുടെ കുടുംബത്തെ ആരോ കൊന്നത്, ചുട്ടുകൊന്നത് മുഴുവനും ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അവരോധിക്കപ്പെടുകയും ആരോപിക്കപ്പെടുകയും ചെയ്ത് ആ മന്ത്രിസഭയെ താഴത്തേക്കിറക്കാൻ കൂട്ടുനിന്ന അതേ വ്യക്തികള് യേശുക്രിസ്തുവിന്റെ അച്ഛൻ ജോസഫാണെന്ന് എഴുതിയതിന് യെദ്യൂരപ്പയെ കൊടുങ്കാറ്റിൽ പറപ്പിക്കാൻ ശ്രമിച്ചതിന്, അതുപോലെ കന്യാമറിയത്തിന്റെ രൂപത്തില് ജയലളിതയെ ഒന്ന് ചിത്രീകരിച്ചപ്പോ തമിഴ്നാട്ടിലൊരു സുനാമി അടിപ്പിച്ച ക്രിസ്ത്യാനികള്, ഈ കേരളത്തില് ആരെയാണ് പ്രധാനമന്ത്രിയാക്കേണ്ടത് എന്ന് ടൈംസ് നൗ നടത്തിയ സർവേയില് 63% മന്ദബുദ്ധിയായ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് പറഞ്ഞത്. അതിൽ ക്രിസ്ത്യാനികളിൽ 100% രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുകയും സർവേയില് ഇലക്ഷനിലല്ല നടത്തുകയും ഈ നരേന്ദ്രമോദിക്ക് 13% വോട്ട് മാത്രമാണ് കേരളത്തിൽ നിന്ന് കിട്ടിയത്. മുസ്ലിങ്ങൾ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ സാധ്യതയുള്ളൂ, ക്രിസ്ത്യാനികൾ പൂർണ്ണമായും അവർക്കാ ചെയ്തത്. ഒരു ഭാഗം കമ്മ്യൂണിസ്റ്റുകാര് ആ രാഹുൽ ഗാന്ധിക്ക് ചെയ്യുള്ളൂ, നരേന്ദ്രമോദിയോടുള്ള ദേഷ്യം. പിന്നെ രാഹുൽ ഗാന്ധി മാത്രമല്ല, ചിലർ ജയലളിതയ്ക്ക് വോട്ട് ചെയ്തു, ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ പറ്റിയ പാർട്ടിയാണെന്ന്. 1-2% മമതാ ബാനർജിക്ക്, പിന്നെ മുലായം സിംഗിന്, പിന്നെ ക്യാരറ്റിനും ബീട്രൂട്ടിനും എന്തോ കിട്ടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും നരേന്ദ്രമോദിക്ക് 13% വോട്ട് മാത്രമേ ഈ സർവേയിൽ കിട്ടിയുള്ളൂ. സർവേ എന്ന വാക്ക് തെറ്റിക്കരുത്, കിട്ടിയുള്ളൂ. മാത്രമല്ല, ഇവിടെ രാജഗോപാൽ തോറ്റപ്പോ രാജഗോപാൽ ക്രിസ്ത്യാനികളുടെ മനസ്സിനകത്തേക്ക് പ്രതിഷ്ഠിച്ചിട്ടില്ലെന്ന് ഇവിടുത്തെ ബിഷപ്പ് സൂസൈപാക്യാണോ എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയും ക്രിസ്ത്യാനികൾ വിചാരിച്ചാൽ ആരെ ജയിപ്പിക്കാനും ആരെ തോൽപ്പിക്കാനും പറ്റുമെന്ന് ഇൻഡയറക്ട്ലി പ്രഖ്യാപിക്കുകയും ശശി തരൂർ വിളിച്ചു കൂട്ടിയ മീറ്റിങ്ങുകളിൽ ഈ മതപരിവർത്തന തൊഴിലാളികളെല്ലാം പങ്കെടുക്കുകയും എല്ലാം ചെയ്തു എന്ന വാർത്ത വായിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ രാജഗോപാല് ക്രിസ്ത്യൻ വോട്ട് മറിഞ്ഞതാണ് താൻ ജയിക്കാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞപ്പോ ഈ സൂസൈപാക്യം അസാധാരണമായിട്ട് പ്രതികരിച്ചു. അപ്പോൾ ഒരു കാരണവശാലും നരേന്ദ്രമോദിയെ മുകളിൽ കയറ്റരുതെന്ന് പ്രാർത്ഥിച്ച് പ്രവർത്തിച്ച് ഇടയലേഖനമിറക്കി പറഞ്ഞ് പ്രഭാഷണം നടത്തി പ്രസംഗിച്ച ഈ ക്രിസ്ത്യാനികള് പണ്ട് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓഫീസില് 200ഓളം ക്രിസ്ത്യാനികളായിരുന്നു സെക്രട്ടറിമാരായിട്ടുണ്ടായിരുന്നത്. പലരുടെയും പേര് ഹിന്ദു പേരായിരുന്നു. ആന്ധ്രാപ്രദേശിലെ ഒരു മുഖ്യമന്ത്രി നിങ്ങൾക്കറിയാം, YSR റെഡ്ഡി. ആര് കേട്ടാലും വായിച്ചാലും അദ്ദേഹം റെഡ്ഡിയാണെന്നേ വിചാരിക്കുള്ളൂ. പക്ഷെ YSR റെഡ്ഡി എന്ന് പറഞ്ഞാൽ എന്താ? യേശു സാമുവൽ രാജശേഖർ റെഡ്ഡി. അയാളുടെ അനിയന്റെ പേര്
യേശു സാമുവൽ രാമകൃഷ്ണ റെഡ്ഡി, അയാളുടെ അനിയന്റെ പേര് യേശു സാമുവൽ വിവേകാനന്ദ റെഡ്ഡി. 400ഓളം ക്ഷേത്രങ്ങള് അദ്ദേഹത്തിന്റെ ലൊക്കാലിറ്റിയിലുള്ളത് നശിപ്പിച്ചു എന്ന് മാത്രമല്ല, ഏത് ക്രിസ്ത്യാനി ഒരു പള്ളി പണിയാൻ അപേക്ഷ കൊടുത്താലും 5 ലക്ഷം രൂപ ഗവൺമെന്റിൽ നിന്ന് കൊടുക്കാനും, ഏത് പള്ളി മെയിൻ്റനൻസിന് ആപ്ലിക്കേഷൻ കൊടുത്താലും 1.5 ലക്ഷം രൂപ 24 മണിക്കൂറിനകം കൊടുക്കാനും വേണ്ടി പ്രവർത്തിച്ച YSR റെഡ്ഡിയെ പോലെയുള്ള ക്രിസ്ത്യാനികള്, എല്ലാ ക്രിസ്ത്യാനികളെ അല്ല ഞാൻ പറഞ്ഞത്, പോലെയുള്ള ക്രിസ്ത്യാനികളും ഇവിടത്തെ കർദിനാളിനെയും പോപ്പിനെയും പോലെയുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാരും നരേന്ദ്രമോദിയെ ഒന്ന് അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് വാരികയിൽ എഴുതിയത് അമൃത ടിവിയിലെ വാർത്ത വായിച്ച വ്യക്തി, അയാൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, വാർത്ത വായിച്ച വ്യക്തി പറയുകയുണ്ടായി, കേരളത്തിലെ ക്രൈസ്തവ സമൂഹം BJPയോട് അടുക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇത് എന്ന്. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് എടപ്പള്ളി പള്ളിയിൽ, സെന്റ് ജോർജ് പള്ളിയിൽ 800ഓളം ക്രിസ്ത്യാനികൾ, പഴയ കൊച്ചിൻ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെ 800ഓളം ക്രിസ്ത്യാനികൾ അവരുടെ മെമ്പർഷിപ്പ് BJPയെ ഏൽപ്പിക്കുകയുണ്ടായി. കുറച്ചു കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയി സാരി കേസിൽ താഴെ വീണപ്പോ ഇവര് ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയാം, KV തോമസിന്റെ കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അവര് ആ മെമ്പർഷിപ്പ് എടുത്തതും അവസാനിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. ഈ BJP മന്ത്രിസഭ താഴെ വീണപ്പോ ആ മെമ്പർഷിപ്പ് എടുത്തതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോ ഇപ്പോ ഈ മെമ്പർ ഓഫ് പാർലമെന്റായി തെരഞ്ഞെടുക്കപ്പെടാത്ത O രാജഗോപാലിന്റെ ചിത്രം തിരുവനന്തപുരത്തെ എല്ലാ പത്രങ്ങളിലും എത്രയാ ചിത്രം കാണുന്നത്? അതിന് കാരണം O രാജഗോപാലിന്റെ മഹത്വമൊന്നുമല്ല, O രാജഗോപാലിന്റെ ധർമ്മബോധമൊന്നുമല്ല. O രാജഗോപാല് മുസ്ലിങ്ങളുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു, ഏറ്റവും കൂടുതൽ പങ്കെടുക്കുന്നത് ക്രിസ്ത്യാനികളുടെ പരിപാടിയിലാണ്, ഹിന്ദുക്കളുടെ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ട്. എന്താ കാരണം അറിയോ? സിമ്പിളായി അദ്ദേഹത്തിൽ നിന്ന് കിട്ടാവുന്നത് മുഴുവനും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് ക്രിസ്ത്യാനികൾ നടത്തുന്നത്. താനി ചതിയും വഞ്ചനയും പറ്റിക്കലും മാത്രം നടത്തി 2000 കൊല്ലമായിട്ട് നിലനിൽക്കുന്ന ഒരു മതം ഇപ്പോ നരേന്ദ്രമോദിയുടെ ദീർഘായുസ്സിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ ഒന്ന് മാത്രമേ ഉള്ളൂ. മതസംഘടനകൾക്ക് ഇനി മുതൽക്ക് ഫോറിനിൽ നിന്ന് വരുന്ന പൈസ തടയാനായിട്ടുള്ള നിയമം വരുന്നുണ്ട്. ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് ഭാരതത്തിലെ ക്രൈസ്തവര് ഹിന്ദു പേരുള്ള ക്രിസ്ത്യാനികള് നേതൃസ്ഥാനത്തിരിക്കുന്ന NGOക്ക് ഭാരതത്തിന്റെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ പാകത്തിന് പ്രകൃതി സംരക്ഷണം എന്ന പേരിലും മറ്റ് പല പേരിലും അവര് നടത്തുന്ന ദേശ പുരോഗമന വിരുദ്ധമായ പ്രവൃത്തികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഈ ക്രൈസ്തവർക്ക് പുറത്തു നിന്ന് ഇനി പൈസ വരുന്നതിനെ മോഡി ഗവൺമെന്റ് തടയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് കള്ളത്തരത്തിലൂടെ മതപരിവർത്തനം ചെയ്ത് ഹിന്ദുക്കളെ മൊത്തത്തിൽ മതപരിവർത്തനം ചെയ്ത് 2020 പാർലമെന്റില് ബൈബിള് വായിച്ചിട്ടായിരിക്കും പാർലമെന്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ബിഷപ്പുമാരും മറ്റുള്ളവരും മോഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാ. എന്തോ അടൽ ബിഹാരി വാജ്പേയിക്ക് കയ്യടിയോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ആരെങ്കിലും പുകഴ്ത്തുകയോ അഭിനന്ദിക്കുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹം അതിൽ വീഴും. ഏതായാലും പുകഴ്ത്തലിനും അഭിനന്ദിക്കലിനും
നിൽക്കാത്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു നരേന്ദ്രമോദി. എനിക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ടായിരിക്കും ജസ്വന്ത് സിംഗിനെയും മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും ഇരുത്തേണ്ടയിടത്ത് ഇരുത്തിയതും ഉയർത്തേണ്ടവരെ ഉയർത്തേണ്ടയിടത്ത് ഉയർത്തിയതും വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും പഴയ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ ഒന്നിനെയും ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ആക്കണ്ട എന്നും ബന്ധുക്കളെ ആരെയും പേഴ്സണൽ സ്റ്റാഫ് ആക്കണ്ട എന്നും നിർദ്ദേശിച്ചത് വളരെ ശ്രദ്ധിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഏതായാലും അനുഭവങ്ങളുടെ പാഠം പഠിക്കാൻ നരേന്ദ്രമോദി എന്ന മനുഷ്യന് അഥവാ പ്രധാനമന്ത്രിക്ക് ഈ ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുടെ പുറകിലുള്ള വഞ്ചന മനസ്സിലാക്കാൻ ജഗതീശ്വരൻ അവസരം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. ക്രിസ്ത്യാനികൾ ഇന്നും അവരുടെ കാര്യം നോക്കാൻ വേണ്ടി മാത്രം ജനിച്ചവരാ. അതിൽ എക്സെപ്ഷൻ ഉണ്ടാവും. അൽഫോൺസ കണ്ണന്താനം കുറെ കാലമായിട്ട് BJP അടൽ ബിഹാരി വാജ്പേയി വന്നപ്പോൾ BJP ആവുകയും വാജ്പേയി താഴെ പോയപ്പോൾ ഇപ്പുറത്തേക്ക് ചാടുകയും ചെയ്തതല്ല എന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ടൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ കുറേ പേര് ക്രിസ്ത്യാനികൾ ഏതാണ്ട് BJPയുടെ കൂട്ടത്തിൽ അന്നും ഇന്നും എന്നുണ്ട്, അവരുടെ വക്താക്കളായിട്ടുണ്ട്. അപ്പോ കുറേ മുസ്ലിങ്ങളുണ്ട്. ഗുജറാത്തിലെ ഒത്തിരി മുസ്ലിങ്ങൾ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രവർത്തിച്ചത് അത്ഭുതം തോന്നുന്ന കാര്യമല്ല. ഡൽഹിയിലെ ഇമാമിന്റെ അനുജൻ ഇനി കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതിലും അത്ഭുതം തോന്നുന്നില്ല. കുറേ അധികം നാഗാലാൻഡ് മിസോറാമിലെ ക്രിസ്ത്യാനികൾ BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് കേട്ടതിലും അത്ഭുതം തോന്നുന്നില്ല. ഒരുപക്ഷെ പിണറായി വിജയൻ പോലും ചിലപ്പോ നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു എന്ന വാർത്ത വന്നാലും എനിക്ക് അത്ഭുതമില്ല. കാരണം അതിൻ്റെ പുറകിലുണ്ടാവാൻ സാധ്യതയുള്ള ചതിക്കും വഞ്ചനയ്ക്കും ഒരു പരിധിയുണ്ട്. പക്ഷേ കേരളത്തിലെ ബിഷപ്പുമാരും കർദിനാൾമാരും ഈ നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് വാരികയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിലുള്ള മഹാവഞ്ചന 69,000 കോടി രൂപ മതപരിവർത്തനത്തിന് വേണ്ടി ഭാരതത്തിലേക്ക് ഒഴുകുന്നതും മലയാളികളായ 40 ലക്ഷം മതപരിവർത്തന ഫുൾ ടൈം പാർട്ട് ടൈം തൊഴിലാളികൾ ശമ്പളത്തോടുകൂടി മതപരിവർത്തനം നടത്തുന്നതിന് ഈ വിദേശ ഫണ്ട് നിർത്തലാക്കിയാൽ അത് നിൽക്കും എന്നറിഞ്ഞുകൊണ്ട് ക്രൈസ്തവര് മന്ത്രിസഭയിൽ ഇല്ലാത്തത് കൊണ്ടും പല കീ സ്ഥാനങ്ങളിൽ 1947 ശേഷം ക്രിസ്ത്യാനികളാണ് ഇരുന്നത്. ഇപ്പൊ അതല്ലാത്തത് കൊണ്ട് ആ സ്ഥാനങ്ങളിലേക്ക് കുറച്ചു പേരെ കയറ്റാനും ഒരു ക്രിസ്ത്യൻ മന്ത്രിയെങ്കിലും ഉണ്ടാക്കാനും മന്ത്രിമാരുടെ ഓഫീസുകളിൽ ഈ ക്രിസ്ത്യാനികളുടെ ഫയല് വേഗത്തിൽ നീക്കാനും എല്ലാം വേണ്ടി നരേന്ദ്രമോദിക്ക് ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ഈ അച്ഛന്മാര് പ്രാർത്ഥിച്ചാൽ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എവിടെയാണോ മാടപ്രാവിനെ പോലെ നിഷ്കളങ്കരാവേണ്ടത് അവിടെ മാടപ്രാവിനെ പോലെയുള്ള നിഷ്കളങ്കതയും, എവിടെയാണോ സർപ്പത്തെ പോലെ വിഷം വമിക്കുന്നവരാവേണ്ടത് അങ്ങനെയാവാനും കൂടി സാധിക്കുന്ന ഒരു വിഭാഗത്തിന് ഇന്ന് പ്രാർത്ഥിക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ പുറകില് നന്മയുടെ സതുദ്ദേശമല്ല ചതിയും വഞ്ചനയും പറ്റിക്കലും തുടർന്നു കൊണ്ടുപോകുന്നതിൻ്റെ മാത്രമാണെന്ന് കേരളത്തിലെ BJPക്കാരെങ്കിലും അറിയട്ടെ. അത് അമൃത TVയിലെ വാർത്ത വായിക്കുന്ന ആൾക്ക് അറിയാൻ സാധിക്കില്ല. കാരണം അമൃത TV ഇപ്പം മതേതരത്വത്തിൻ്റെ വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. അപ്പൊ അവര് മുകളിലത്തെ നോക്കിയിട്ട് പറഞ്ഞ കമന്റാണ്. ഉള്ളിലേക്ക് നോക്കാൻ BJPക്കാർക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഇടയലേഖനത്തിലൂടെ അല്ല തുറന്ന മനസ്സോടുകൂടി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു. BJPക്കാരോട് പ്രണാമം, നമസ്കാരം.